ഹായ് എവരിവൺ, കുറേ വോയിസ് ക്ലിപ്പ് ഉണ്ട്, ഒരു 5 വോയിസ് ക്ലിപ്പ് ഉണ്ട്. എല്ലാം ഒന്നൊന്നായി ഞാൻ പ്ലേ ചെയ്തുതരാം. എന്താണ് സംഭവം? കാസർഗോഡിലാണ്. ഞാനൊരു കാസർഗോഡുകാരനായതുകൊണ്ട് ഇന്നലെ ലൈവായി കണ്ട ഒരാൾ എന്ന നിലയിൽ ഇതിനെപ്പറ്റി വിശദമായി ക്ലിയറായി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹനാൻ ഷാ, ഏറ്റവും കൂടുതൽ ഫാമിലി വ്ളോഗിൽ വൈറലായ ഹനാൻ ഷാ ഇന്നലെ കാസർഗോഡ് വരികയുണ്ടായി. ഭയങ്കര തിരക്കാണ് മക്കളെ. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വാർത്തയുടെ നമ്മുടെ ഏഷ്യാനെറ്റ് വാർത്ത പറയുന്നുണ്ട്. അത് ഞാൻ വെച്ച് തരാം. അതിനുശേഷം അതിനെ തുടർന്ന് വന്ന ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പ്. ആരാണോ പർദ്ദയിട്ട് വന്നത് അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലണമെന്നടക്കം പറയുന്ന വോയിസ് ക്ലിപ്പ് ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്തയുടെ ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേൾക്കണം. ഓക്കെ, കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക്. ജില്ലാ പോലീസ് മേധാവി നേരിട്ടെത്തി പരിപാടി നിർത്തിവെപ്പിച്ചു. ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെ ഇതിനോടനുബന്ധിച്ച് പ്രദർശനവും ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസാന ദിവസമാണ്. അങ്ങനെയാണ് ഈ ഹനാൻ ഷായുടെ സംഗീത പരിപാടി നടക്കുന്നത്. ഇതിൽ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണ്. ഉള്ളിലുള്ള ആളുകൾക്കാൾ കൂടുതൽ ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് 15-ലധികം ആളുകളെ ഇപ്പോൾ ഈ അസ്വസ്ഥത തുടർന്ന് വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പോലീസ് എത്തി, ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി സ്റ്റേജിലെത്തി അനൗൺസ് ചെയ്യുകയായിരുന്നു പരിപാടി നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് ഈ കൂടിയിരുന്ന ആളുകൾ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അങ്ങനെ അവരെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് ലാത്തി വീശുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഏതായാലും ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ നില ആരുടെയും ഗുരുതരമല്ല എന്നാണ് നമുക്കറിയാൻ പറ്റും. പലർക്കും ശ്വാസതടസ്സം ഉണ്ടാവുകയും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ്. അതിനുശേഷം വന്ന പോസ്റ്റാണ് സംഘാടകർക്കെതിരെ ഈ പറയുന്ന പോലീസ് കേസെടുത്തു എന്ന്. ഇതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, നമ്മളൊരു പ്രോഗ്രാം വെക്കുകയാണ്. നമ്മൾ കണക്കാക്കുന്നത് 500 പേർക്കാണ്. 500 പേർ വരുന്ന ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കുന്നു. 600 പേർക്കുള്ള സ്ഥലം നമ്മൾ ഒരുക്കുന്നു. അതായത് 500 പേരെയാണ് നമ്മളുടെ ലിസ്റ്റിലുള്ളത്. 600 പേർക്ക് നമ്മൾ സ്ഥലം ഒരുക്കുന്നു. അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ 600 പേർക്ക് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ 20,000 ലക്ഷങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? ഇന്നലെ കാസർഗോഡിൽ സംഭവിച്ചത് അതാണ്. അതായത് ആരും വിചാരിച്ചിട്ടില്ല ഹനാനെ കാണാൻ ഇത്രയധികം ആള് വരുമെന്ന്. 500 പേര് വരുമെന്നൊരു എക്സാമ്പിൾ കണക്കാണ് ഞാൻ പറഞ്ഞത്. 500 പേര് വരുമെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് 1 ലക്ഷം ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യും? സംഘാടകർ എന്ത് ചെയ്യും? പോലീസ് എന്ത് ചെയ്യും? ഈ പറയുന്ന പോലീസ്, അതായത് പോലീസ് ഇടപെടുകയാണ്. പോലീസ് മേധാവി പറയുന്ന ഒരു രംഗമുണ്ട്. ഞാനതിപ്പോൾ പ്ലേ ചെയ്തുതരാം, നിങ്ങൾ നോക്കൂ. അതായത് ഇത്രയും പെട്ടെന്ന് ഒന്ന് പുറത്ത് പോവൂ എന്ന് നമ്മുടെ പോലീസ് മേധാവി പറയുന്നുണ്ട്. പറ്റില്ല, ഒഫീഷ്യലായിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ദയവായി തിരിച്ചു പോകണം. കേട്ടല്ലോ നിങ്ങൾ, എന്ത് ചെയ്യും? 500 പേര് വരുന്ന സ്ഥലത്ത് 1 ലക്ഷം ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യും? കാസർഗോഡ് ജില്ല മൊത്തത്തിൽ ഹനാനെ കാണാൻ വന്നു എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ്, നമുക്ക് വോയിസ് ക്ലിപ്പും കാര്യങ്ങളിലൊക്കെ പോവാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ വന്നത്? കാസർഗോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ചെറിയൊരു ഗ്രാമമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഇവിടെ വലിയ ആക്ട്രസ് ഇല്ല, വലിയ വ്ളോഗേഴ്സ് ഇല്ല, ഒന്നുമില്ല. നോർമലായിട്ടുള്ള ഒരു ജില്ലയാണ് എൻ്റെ നാടായിട്ടുള്ള കാസർഗോഡ്. അപ്പോൾ ഇവിടേക്ക് ഹനാനെ പോലുള്ള ഒരാൾ, ഏതെങ്കിലും ഒരു ആക്ടറോ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഒരു ആവേശമാണ്. നമുക്ക് നിങ്ങളെപ്പോലെ ഇപ്പോൾ ട്രിവാൻഡ്രത്തും കൊല്ലത്തും എറണാകുളക്കാർക്ക് നിങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും വലിയ ആക്ട്രസ്മാരെ കാണാം, സിനിമ ഷൂട്ടിംഗ് കാണാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കാസർഗോഡിൽ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ 1 വർഷമോ 2 വർഷമോ എടുക്കണം ആരെങ്കിലും വരണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഈ പറയുന്ന ഹനാൻ വന്നത്. ഹനാനെ കാണാൻ ലക്ഷങ്ങളാണ് ഓടിയെത്തിയത്. ഒന്നാമത്തെ കാര്യം, ഹനാൻ എന്ന് പറയുന്നത് വലിയൊരു ഫാമിലി വ്ളോഗറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഹനാൻ. രണ്ടാമത്തെ കാരണം, കാസർഗോഡിൽ ഇങ്ങനെ വലിയ ആൾക്കാർ ആരും വരാത്തത് കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും, അത് ഉറപ്പാണ്. ഓക്കെ, നമുക്കിനി വോയിസ് ക്ലിപ്പ്, ഞെട്ടലേറിയ കുറച്ച് വോയിസ് ക്ലിപ്പ് ഒന്നൊന്നായിട്ട് കേട്ടുകൊണ്ട് അതിനെ വിശദീകരിക്കാം. കാസർഗോഡ് ഭാഷയാണ്, അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ സാധ്യതയില്ല. അപ്പം ഞാൻ വിശദീകരിച്ച് തരാം. ഓക്കെ, കറുത്ത ഇട്ടേനി കൊടുക്കണം, ആ പിള്ളേർക്ക് കൊടുക്കേണ്ട പകരം കറുത്ത ഇട്ടേനി കൊടുക്കണം. കാരണം എന്തുണ്ടെങ്കിലും ഒന്ന് മൂളിയെങ്കിലും മതി, അപ്പൊ ബുർക്ക ഇട്ടിട്ട് കീയും നമ്മളെ ജായലങ്ങൾ കിട്ടണം, അവർക്ക് കിട്ടണം. ഈ പറഞ്ഞത് മനസ്സിലായോ? അതായത് കറുത്ത പർദ്ദയിട്ട സ്ത്രീകൾക്ക് കൊടുക്കണം. എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ ആയിക്കഴിഞ്ഞാൽ പർദ്ദയും ഇട്ട് പൊയ്ക്കൊള്ളുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞോട്ടെ ആ സഹോദരനോട്,
പൊന്നു സഹോദര, പെൺകുട്ടികൾക്കായാലും ഒരു ലൈഫ് ഉണ്ട്, അവർക്കും ആഗ്രഹമില്ലേ? ഹനാനെ കാണണമെന്നല്ല, അവർക്കും ആഗ്രഹമില്ലേ? 4 ആൾ വരുന്ന സ്ഥലത്ത് പോകണം, ബീച്ചിലേക്ക് പോകണം, മറ്റേടത്തേക്ക് പോകണം എന്നൊക്കെ. അതിൻ്റെ പുറത്ത് അവർ പോയതാണ്. അതിന് നിങ്ങൾ ഇത്ര ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യമാണ്? കാസർഗോഡിൽ അങ്ങനെ ഒരാൾ വരുന്നത് വലിയൊരു ഭാഗ്യമാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസമാണ് വരുന്നത്. അങ്ങനെ ഒരാൾ വരുമ്പോൾ ആരായാലും പോകൂലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഓക്കെ, ബാക്കി കൂടി വേറെ ഒരാളും കൂടി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കേട്ട് നോക്കാം. അത് ആരായാലും ശരി, നമ്മളതായാലും ശരി, ആരായാലും ശരി. ഇത് അനാശ വന്നിട്ട് ജനങ്ങ ഇങ്ങനെ പോയതാ. പഠിച്ചോനെ അള്ളാന്റെ റസൂല് വന്നെങ്കിൽ വരെ ഇങ്ങനെ പെണ്ണുങ്ങ പോരാ. എന്ത് പെണ്ണുങ്ങപ്പോ? എന്താ അല്ലേ, ഇതൊരു പെണ്ണാണ് പറഞ്ഞത്. അള്ളാന്റെ റസൂൽ വന്നാൽ പോലും ഇത്ര ആൾക്കാർ ഉണ്ടാവില്ല. അള്ളാന്റെ റസൂൽ വന്നിട്ടുണ്ടോ? എന്തൊക്കെയാ പറയുന്നത്? ബുദ്ധി ഇല്ലാതായി പോയല്ലോ എൻ്റെ പൊന്നു താത്ത. ഓക്കെ, ബാക്കി അടുത്തത്. ഈ പെണ്ണുങ്ങൾക്കല്ല കൊടുക്കണ്ടേ, മാപ്പിളാർക്ക്, നട്ടലില്ലാത്ത മാപ്പിളാർക്ക് കൊടുക്കണം. തച്ച് തൂറിക്കണം മാപ്പിളാർ. ബാധലാക്കണ പെണ്ണുങ്ങളെ ഇങ്ങനെ അഴിച്ചു വിടുന്നേക്ക്. എന്താ അല്ലേ പറയുകയാണ്, ഭർത്താക്കന്മാർക്ക് കൊടുക്കണം. എന്തിനാണ് അവരവരുടെ സ്ത്രീകൾ, അതായത് അവരവരുടെ വൈഫിനെ പുറത്ത് വിടുന്നത് എന്ന്? അവർ പെണ്ണുങ്ങളല്ലേ, വീട്ടിൻ്റെ അകത്ത് മിണ്ടാണ്ടിരിക്കണം എന്നാണോ താത്ത പറയുന്നത്? വളരെ വളരെ തെറ്റാണ്. ഞാൻ പേഴ്സണലി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡ് ആയിട്ടുണ്ടാവും. അതായത് എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് അവരും. ഓക്കെ, എന്തായാലും ഇങ്ങനെയൊക്കെ താത്തമാർ പറയാനുള്ള കാരണം, ഈ താത്തക്ക് പോകാൻ ഈ താത്തയുടെ ഭർത്താവ് വിട്ടിട്ടില്ലെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അവിടെ ഇത്രയും വലിയൊരു പ്രശ്നമാവാൻ കാരണം ലക്ഷ്യങ്ങളാണ് കൂടിയത്. സംഘാടകർ വിചാരിച്ചതിൻ്റെ 10 ഇരട്ടി ആൾക്കാർ ഉള്ളത് കൂടിയത് കൊണ്ടാണ്, അത്രയും ആൾക്കാർ അവിടെ പോയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായത്. ഓക്കെ, അടുത്ത വോയിസ് ക്ലിപ്പ്. ഇത് കാസർഗോഡ് മോനെ തല്ലിന്ന് പറഞ്ഞെങ്കിൽ എന്ത് തല്ല്, പെണ്ണുങ്ങളെ ചാന്തിക്ക് ഓരോന്ന് കൊടുത്ത് തൂറിയിട്ട് പോയി ഒരു പെണ്ണ് ജാതിക്ക് ഇനിയെങ്കിലും പഠിക്കട്ടെ. പെണ്ണ് ജാതി അത് ആടെ ഏതോ ഒരു യൂട്യൂബർ വന്നിട്ട് ഒരു നായി, ആ നായിന്റെ പാട്ട് കാണാൻ പോയതല്ലോ, ഏലത്താച്ച് പൊടിയായിരുന്നു പോലീസുകാർ ഇന്നത്തെ വളരെ ചോടിയാനുണ്ടായി. അതല്ല പാപ്പടിച്ച് പെണ്ണുങ്ങളെ കാണുമ്പോൾ കൊടുത്തു തന്നെ. അനാവശ്യം നായാണ് അത്ര. ഒരു നായ്, ഒരു യൂട്യൂബർ നായ് വന്നു, ആ നായിനെ കാണാൻ പോയി എന്നാണ് ഇവിടെ പറയുന്നത്. പറയുന്ന വാക്കിന് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞാനെന്നല്ല ലോകത്തുള്ള എല്ലാ യൂട്യൂബേഴ്സും. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 10 മാസമായതേ ഉള്ളൂ. മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള യൂട്യൂബേഴ്സ് നമ്മൾ കാണും. അവൻ നായാണ്, 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ആവണമെങ്കിൽ നല്ല പണിയുണ്ട്. ഓക്കെ, കഷ്ടപ്പാടാണ്. അവരവർ കഷ്ടപ്പെട്ടിട്ടാണ് ആ നിലയ്ക്ക് എത്തിയത്. അപ്പോൾ അവരെ നമ്മൾ നായി എന്നൊക്കെ വിളിക്കേണ്ട ഒരു അർഹതയുമില്ല. കാരണം കഷ്ടപ്പെട്ടാൽ മാത്രമേ, ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് ആദ്യം ഇപ്പം എന്തായാലും ഒരു 100 പേര് നോക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. പിന്നെ അറിയില്ല, 100 പേര് നോക്കുന്നതിൻ്റെ കാരണം ഞാനെടുത്ത കഷ്ടപ്പാടും നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടുമാണ്. അതായത് നമ്മൾ ചുമ്മാ ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ ആരും കാണൂലെന്നേ. ലോകത്ത് എത്ര യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നായി എന്നൊക്കെ വിളിക്കുന്നത് തെറ്റെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. ഓക്കെ, അടുത്ത വോയിസ് ക്ലിപ്പ്. ആൾക്കാരൊന്ന് പൈസ തോപ്പിക്കുന്ന ടീം എന്തോ ഒരു കഷ്ടം. ഞാൻ കണ്ടാൽ പോയത് നല്ല ചെക്കനല്ലേന്ന് ഇങ്ങനെ ഉണ്ടാക്കില്ല പോറ്. നബീസന്റെ മോള് സെപ്യക്ക് 2 അടി വീണെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു കാസർഗോഡുകാരാ, നിങ്ങളെ ഇങ്ങനെ ആയതിൽ എനിക്ക് വളരെ വളരെ വിഷമമുണ്ട്. ഓക്കെ, അടുത്ത വോയിസ് ക്ലിപ്പ്. എന്തിനു തല്ലുകൊള്ളാ പോയിന് ഇവിടെ പെരയില്ല, പെരുള്ള നിന്നൂടെ എന്തിനു പോന്നേ? പൈസ എന്തിനു പോന്നേ? ഞാൻ പറഞ്ഞിട്ടേ പോണ്ടാന്ന്. നിങ്ങൾക്കൊന്ന് പറയുമ്പോ അറിയുന്നില്ലേ? അറിയുന്നില്ലേ? ചെലവിപ്പോ ആര് നോക്കൂ? ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിനോ? അതായത് ചൂടായിട്ടാണ് പറഞ്ഞത്. എന്തിനാണ് പോയത്? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പോകണ്ടെന്ന്. അതായത് വൈഫിനോട് പറയുന്നതാണ്. അടി വീണ വൈഫാണ്. 8 ചില ഹോസ്പിറ്റലിലും കാര്യം 10-25 പേർക്ക് പരിക്കായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വൈഫ് വിളിച്ച് പറഞ്ഞ്, ഞാനോ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, പോലീസിൻ്റെ അടി വീണപ്പോൾ എന്തിന് പോയതാണ്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പോകണ്ടെന്ന്. വീട്ടിൽ തിന്നാനുണ്ടല്ലേ, വീട്ടിൽ മിണ്ടായിരുന്നൂടെ എന്ന്. സംഭവിക്കുന്നതാണ്. ലൈഫല്ലേ, എൻജോയ്മെൻറ്റ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വോയിസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സംഘാടകരുടെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിയോ എന്ന്, സുരക്ഷയുടെ ഭാഗത്ത് തെറ്റ് പറ്റിയോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടായതാണ്. പക്ഷേ ആൾക്കാർ നല്ലോണം വന്ന് എന്ത് ചെയ്യാനാണ്? വോളണ്ടിയർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ആളാണ് സത്യം പറഞ്ഞാൽ. ഹനാൻ ഒന്നാമത്, ഇതൊക്കെ ഹനാൻ്റെ ഫാൻസാണോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഹനാൻ്റെ ഫാൻസും 2 കാസർഗോഡ് ആയതുകൊണ്ട്. കാസർഗോഡിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ആൾക്കാർ ആരും വരാത്തത് കൊണ്ട്, ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ മംഗലാപുരത്ത് നടക്കം ആൾക്കാർ വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മംഗലാപുരത്ത് നിന്നും, കണ്ണൂരിൽ നിന്നും, കാസർഗോഡിൽ നിന്നും, എല്ലായിടത്തു നിന്നും എല്ലാ ഫാമിലിയും വന്നാൽ എന്ത് ചെയ്യും? സംഘാടകർ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ എവിടെയാണെങ്കിലും ഒരു വേദി ഒരുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ കണക്കിൽ പറയുകയാണെങ്കിൽ 1000 ആൾക്കാർ, അതായത് 1000 ആൾക്കാരാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നതെങ്കിൽ നമ്മളൊരു 1500 ആൾക്കാരുടെ സ്ഥലം അവിടെ ഒരുക്കും. ഒരു 500 എക്സ്ട്രാ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും തിക്കും തിരക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളെല്ലാവരും ഒരുക്കുന്നത്. അപ്പോൾ 1000 പേരാണ് നമ്മൾ ടാർഗറ്റ്. 1500 പേർക്കാണ് നമ്മൾ സ്ഥലം ഒരുക്കിയത്. വരുന്നത് ലക്ഷങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതാണ് ഇന്നലെ കാസർഗോഡിൽ സംഭവിച്ചത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ബൈ.